അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മളുടെ വിജയനഗര സാമ്രാജ്യമാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ചോള അഡ്മിനിസ്ട്രേഷൻ വരെയുള്ള ഭാഗങ്ങൾ നന്നായി പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞായറാഴ്ച നമ്മൾക്ക് നമ്മളുടെ മൂന്നാമത്തെ അധ്യായമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗൂഗിൾ ഫോം കാണും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെയാണോ ഞാൻ എന്നാ ഞാൻ പറഞ്ഞേ? ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് വിജയനഗര എംപയർ ആണ്. The statue of Krishnadevarayar with great care and according to your power you should attend to the work of protecting the good and punishing the without neglecting anything that you see or hear. കൃഷ്ണദേവരായർ അമൂർത്തമാലിക, ആ പേരൊന്ന് മാർക്ക് ചെയ്തിടണം. കൃഷ്ണദേവരായരുടെ അമൂർത്ത മാലികയിൽ നിന്ന് എടുത്തിട്ടുള്ള ചില വരികളാണ് ഇവിടെ നമ്മൾ ഇപ്പൊ പറഞ്ഞത്. മനസ്സിലായോ? ഡു യു റിമെമ്പർ ദ ഡിസ്കഷൻ ഓൺ വിജയനഗര എംപയർ? Vijayanagara Empire of South Indian in the previous classes. The above mentioned life of Krishnadeva Rayar indicate the relevance of a king in the administrative system, centralized administration prevailed in the Vijayanagara Empire. The king had the support of a strong army to protect the country from the enemies. നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ, തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യമായിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതീവ ശ്രദ്ധയോടും അധികാരത്തോടും അനുസരിച്ചും സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ജോലി നിങ്ങൾ ഏറ്റെടുക്കണം. അതായത് ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും നല്ലവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ജോലി നിങ്ങൾ ഏറ്റെടുക്കണം. അവിടെ നിങ്ങൾ കാണുന്നതുമുണ്ട്, കേൾക്കുന്നതുമുണ്ട്.
ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അവഗണിക്കാൻ പാടുള്ളതല്ല. മനസ്സിലായോ? ഇത്തരത്തിൽ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ ഒന്നും തന്നെ നിങ്ങൾ അവഗണിക്കാൻ പാടുള്ളതല്ല. ഇത് കൃഷ്ണദേവരായരുടെ അമുക്തമാലിക എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചില വാചകങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ നിങ്ങള് ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയ ഈ വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ഭരണവ്യവസ്ഥയില് രാജാവിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മുകളിൽ നൽകിയിട്ടുള്ള ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. മനസ്സിലായോ? ഇത് കൃഷ്ണദേവരായരുടെ കൃതിയിൽ നിന്നും നമുക്ക് മനസ്സിലാകും ഒരു രാജാവിന് ആ അന്നത്തെ ഭരണവ്യവസ്ഥയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. മനസ്സിലായോ? ഓക്കെ. വിജയനഗര സാമ്രാജ്യത്തില് കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത്. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ വിജയനഗര എംപയർ. അതായത് വിജയനഗര സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണമാണ് നിലനിന്നിരുന്നത്. മനസ്സിലായോ? അവിടെ കേന്ദ്രീകൃത ഭരണമാണ് വിജയനഗര സാമ്രാജ്യത്തില് നിലനിന്നിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സെൻട്രലൈസ്ഡ് റൂൾ അഥവാ കേന്ദ്രീകൃത ഭരണം നിലനിൽക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള സൈനിക പിൻബലമാണ് രാജാവിനുണ്ടായിരുന്നത്. രാജാവിന് ശക്തമായ, അല്ലെങ്കിൽ വിജയനഗരത്തിലെ രാജാവിന് ശക്തമായ ഒരു സൈന്യം ഉണ്ടായിരുന്നു. ശക്തമായ ഒരു സൈന്യം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രാജ്യം മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടും. രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടും അല്ലേ? ഇത്തരത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ശക്തമായ സൈന്യത്തിന്റെ പിൻബലം രാജാവിനുണ്ടായിരുന്നത് അല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ എട്ടാം ക്ലാസ്സിലെ പിള്ളേർ വന്നിട്ട് നിങ്ങളെ തല്ലാൻ വരികയാണ്, അല്ലെങ്കിൽ എന്നെ തല്ലാൻ വരികയാണെന്ന് വെക്ക്. എന്നെ കല്ലെറിയാൻ വരികയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അവരെന്നെ വന്ന് കല്ലെറിഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ എന്നെ തല്ലിയിട്ട് പോകും. ആണല്ലോ? അവിടെ നിങ്ങളുണ്ടെങ്കിലോ? നിങ്ങളുടെ കൂടെ ചേർന്ന് എന്നെ തല്ലുവോ? അപ്പൊ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? എടാ അത്തരം പദങ്ങളൊക്കെ ഉപയോഗിക്കടാ. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ സൈന്യങ്ങളാന്ന് വിചാരിക്കുക. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എടാ, സൈന്യത്തിന്റെ കല്ലാണോടാ ഇരിക്കുന്നത് അഭിഷേക്? സൈന്യത്തിന്റെ എന്താ ഉള്ളത്? എന്തായിരിക്കും സൈന്യത്തിന് ഉണ്ടായിരിക്കുക? ഇപ്പോഴത്തെ സൈന്യത്തിന്റെ അയലല്ല, അന്നത്തെ സൈന്യത്തിന്റെ അയൽ എന്തായിരിക്കാം?
വാള്, പരിച, അമ്പ, വില്ല്. വരിക മറ്റേ ഈ ശൂലം പോലത്തെ കുത്തുന്ന സാധനം. അതാ കുന്തം. കുന്തം കുന്തം. അതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക, നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ എന്നെ ആക്രമിക്കാൻ വരുന്ന അല്ലെ നമ്മളുടെ ക്ലാസ്സിൽ കയറി നമ്മുടെ ബെഞ്ച് തല്ലി പിടിക്കാൻ വരുന്ന 8ാം ക്ലാസ്സുകാരെ നിങ്ങൾ എന്തുകൊണ്ട് നേരിടും? നിങ്ങളുടെ കയ്യിലുള്ള ഈ വാളും ഈ പരിചയും അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ആ ശൂലം പോലെ ഇരിക്കുന്ന മറ്റേ കുന്തവും ഒക്കെ കൊണ്ട് നിങ്ങൾ നേരിടാനായിട്ട് ശ്രമിക്കും, ആണല്ലോ? അല്ലാതെ അന്നാ വന്ന് തല്ലിയിട്ട് പോടാ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമോ നിങ്ങള്? ഇല്ല സാർ, ഇല്ല. അപ്പോ അങ്ങനെ നമ്മളുടെ ക്ലാസ്സിലേക്ക് വരുന്ന ആക്രമത്തെ നിങ്ങൾ എന്ത് ചെയ്യും? അതിശക്തമായിട്ട് നിങ്ങളുടെ ബലം കൊണ്ട് നിങ്ങൾ തടയും. ഇവിടെയും വിജയനഗര സാമ്രാജ്യത്തില് അതിശക്തമായ സൈന്യത്തെ നിലനിർത്തിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? രാജ്യത്തിന് അക്രമ ഭീഷണി ഉണ്ടാകാതിരിക്കാനും രാജാവിനെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. അതേപോലെ തന്നെ ആ രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് വിശാലമായ കോട്ടകൾ അവർ നിർമ്മിച്ചു. എന്താ കോട്ടകള്? വലിയ മതിലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ബേക്കൽ ഫോർട്ട് കണ്ടിട്ടുണ്ടോ? ബേക്കൽ കോട്ട. ഒരു കൊറോണ ഇല്ലായിരുന്നു, നമുക്ക് ടൂറിന് പോകുമ്പോ അതുവഴി പോകായിരുന്നു. അപ്പോ അങ്ങനെ കോട്ടകൾ നിർമ്മിച്ച് രാജ്യത്തെ ശത്രുക്കളുടെ ഭീഷണിയിൽ നിന്നും ചെറുക്കാൻ അവർക്ക് സാധിച്ചു. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. They constructed large forts. The central administration of the Vijayanagara Empire. അതായത് ഞാനിപ്പോ പറഞ്ഞല്ലോ, രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് വലിയ കോട്ടകൾ അവര് നിർമ്മിച്ചു. Central administration of the Vijayanagara Empire was called Nayangara system. അതൊന്ന് മാർക്ക് ചെയ്തിടണം. വിജയനഗര സാമ്രാജ്യത്തില് കേന്ദ്രീകൃത ഭരണത്തെ വിളിച്ചിരുന്ന പേരാണ് ദ നായങ്കര സിസ്റ്റം. അതായത് നായങ്കര സമ്പ്രദായം. നായ അല്ല, നായങ്കര സിസ്റ്റം, നായങ്കര സമ്പ്രദായം. ആൻഡ് ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആസ് ദ അയ്യങ്കാർ സിസ്റ്റം. മാർക്ക് ചെയ്തോ? ദ അയ്യങ്കാർ സിസ്റ്റം. മനസ്സിലായോ? അപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനെ വിളിക്കുന്ന പേര് നായങ്കര സിസ്റ്റം സമ്പ്രദായമെന്നും ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ വിളിക്കുന്ന പേര് അയ്യങ്കർ സിസ്റ്റം എന്നും പറയുന്നു. ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വാസ് ഡാഷ്. Central administration was
Nayangara system and local administration was Iyengar system. മനസ്സിലായോ? അപ്പോൾ കേന്ദ്രീകൃത ഭരണത്തെ നായങ്കര സമ്പ്രദായമെന്നും അല്ലെങ്കിൽ നായങ്കര സിസ്റ്റം എന്നും അതേപോലെ തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ പ്രാദേശിക ഭരണത്തെ അയ്യങ്കാർ സമ്പ്രദായം അഥവാ അയ്യങ്കാർ സിസ്റ്റം എന്നും വിളിച്ചിരുന്നു. മനസ്സിലായോ? Let's see their features. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നായങ്കര സിസ്റ്റമാണ്. The Nayangara system, king was the head of the central administration of the Vijayanagara Empire. There were ministers and all officers to assist the king in administration. There was only a small army under the direct control of the king. The provincial governments maintains fixed number of soldiers of their own. They provided service of the army to the king whenever necessary. As were also military heads. The king awarded with the title of നായക്. അത് മാർക്ക് ചെയ്തിടണം. ഇപ്പോൾ ജോയിൻ ചെയ്ത ഒരാളുണ്ട്. അതാരാണ്? ഇപ്പോൾ ജോയിൻ ചെയ്ത ആരാണ്? ശ്രേയ സുരേഷ്. Why are you late? ലെഫ്റ്റ് ആയി പോയെങ്കിൽ എനിക്ക് രണ്ടാമത് കയറാൻ അഡ്മിഷന്റെ ആവശ്യം വരത്തില്ലായിരുന്നല്ലോ. ഞാൻ നേരത്തെ കേറിയത്. ഞാൻ 8:10 മുതൽ കേറിയതാ. ഞാനല്ല സാറേ. പിന്നെ ആരായിരുന്നടാ അത്? അപ്പോൾ ശ്രേയ സുരേഷ്, നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്റെ പേരെന്താണ്? എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്റെ പേര്? പറയൂ. ശ്രേയ. സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. നായക് അതൊരു പദവിയാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഒരു പേരുണ്ട്. നീ പറഞ്ഞതായിട്ട് അല്പസാമ്യമുണ്ട്. നായകല്ല. ആർക്ക് പറയാം?
ഗംഗാമോൾ ബി, സോറി അനഘാമോൾ ബി വരൂ. എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്റെ പേര്? നായങ്കര സിസ്റ്റം ആണോ സാറേ? നായങ്കര സിസ്റ്റം അല്ലേ? അപ്പോഴ് ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് നിങ്ങൾ ഇടയ്ക്ക് കയറിയാലുള്ള, ഇടയ്ക്ക് ജോയിൻ ചെയ്യുമ്പോഴുള്ള വിഷയം. ആരോ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തു. വിസിബിൾ ലിങ്ക് വിസിബിൾ നോട്ട് വിസിബിൾ ആക്കാനും മറന്നുപോയി. സോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. Along with a specific area of land, this system was prevailed at the center was known as the Nayangara system. അതായത് അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം നായങ്കര സമ്പ്രദായമെന്നും പ്രാദേശിക ഭരണം അയ്യങ്കാർ സമ്പ്രദായം എന്നും അറിയപ്പെട്ടു. അവയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം. വിജയനഗര സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിൽ കേന്ദ്രഭരണം ഉണ്ടായിരുന്നു. കേന്ദ്രഭരണത്തിന്റെ തലവൻ ആരായിരുന്നു? രാജാവായിരുന്നു അല്ലേ? രാജാവിനെ അസിസ്റ്റ് ചെയ്യാൻ, അല്ലെ രാജാവിനെ അഡ്വൈസ് ചെയ്യാനായിട്ട് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ രാജകീയമായ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. നമ്മളെ ചോള പഠിച്ചപ്പോൾ ഒലൈനായകം എന്നൊരു റോയൽ എംപ്ലോയിയെ കുറിച്ച്, രാജാവിന്റെ ഉദ്യോഗസ്ഥനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇവിടെയും രാജാവിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രാജകീയ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൽ ഒരു ബിഗ് ആർമി, വലിയ ഒരു സൈന്യം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. പക്ഷേ രാജാവിന്റെ കൺട്രോളിൽ ഒരു സ്മോൾ ആർമി, ഒരു ചെറിയ സൈന്യം മാത്രമേ രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ പ്രവിശ്യകളിലുള്ള പ്രവിശ്യ ഗവൺമെന്റുകള് അവരുടെ നിയന്ത്രണത്തിൽ ഒരു നിശ്ചിത സൈന്യത്തെ നിലനിർത്തിയിരുന്നു. അപ്പോഴ് ഓരോ പ്രവിശ്യ ഗവൺമെന്റിന്റെ കയ്യിലും നിശ്ചിത എണ്ണം സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യത്തെ രാജാവ് എപ്പോൾ ആവശ്യപ്പെടുന്നു അപ്പോൾ രാജാവിന് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? രാജാവിന് അപ്പോൾ വിട്ടുകൊടുക്കണം. മനസ്സിലായോ? ഇപ്പോൾ എന്റെ പ്രവിശ്യ ഗവൺമെന്റുകളാണ് നിങ്ങൾ 9A, 9B, 9C, 9D. എന്റെ കയ്യിൽ ആകപ്പാടെ 2-3 സൈനികരേ ഉള്ളൂ എന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തില്. മനസ്സിലായോ? എന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കുറച്ച് സൈന്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ മറ്റൊരു ക്ലാസ്സുകാർ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഞാൻ ആരുടെ സേവനം പ്രയോജനപ്പെടുത്തും? ആരുടെ സേവനം പ്രയോജനപ്പെടുത്തും? നിങ്ങള് 9A, 9B, 9C, 9Dയുടെ സേവനം ഞാൻ പ്രയോജനപ്പെടുത്തും. കാരണം നിങ്ങളുടെ കീഴിൽ, നിങ്ങളുടെ ആ പ്രവിശ്യ ഗവൺമെന്റിന്റെ കീഴിൽ സൈന്യമുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കും, വാ മക്കളെ നമുക്ക് പോയി യുദ്ധം ചെയ്തിട്ട് വരാവടാന്ന്. അപ്പൊ നിങ്ങൾ എന്തു പറയും? എന്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് അതിനൊന്നും വയ്യ, സാറ് വേണമെങ്കിൽ പൊക്കോളാൻ പറയും. ആണോ?
ആണോ? അല്ല. പിന്നെ നിങ്ങൾ അമ്പും വില്ലും കുന്തവും വാരികുന്തവും സാറിനോട് എഴുതാം, സാർ സഹായിക്കാം. ആ അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സൈനിക സമ്പ്രദായം നിലനിർത്തി പോരുന്നത്. കാരണം രാജാവിന്റെ നിയന്ത്രണത്തിൽ കുറച്ച് സൈന്യം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ ഓരോ പ്രവിശ്യ ഗവൺമെന്റുകളും നിശ്ചിത ശതമാനം സൈന്യത്തെ, അല്ലെ നിശ്ചിത എണ്ണം സൈന്യത്തെ നിലനിർത്തണമായിരുന്നു. ആ സൈന്യത്തെ രാജാവ് എപ്പോൾ ആവശ്യപ്പെടുന്നു അപ്പോൾ വിട്ടുകൊടുക്കാൻ പ്രവിശ്യ ഗവൺമെന്റുകള് ബാധ്യസ്ഥരായിരുന്നു. മനസ്സിലായോ? അപ്പോള് ഇത്തരത്തിൽ പ്രവിശ്യൻ ഗവർണർമാര് അവരുടെ കീഴിലുള്ള സൈന്യത്തിന്റെ മേധാവിയാണ്, ഹെഡാണ്. അപ്പോൾ രാജാവ് അവർക്കൊരു പദവി നൽകിയിരുന്നു. എന്തായിരിക്കും അത്? നായക്. എന്താണ്? നായക്. ഈ പദവി മാത്രമല്ല അവർക്ക് കിട്ടിയിരുന്നത്, ഒന്നുകൂടെ കിട്ടിയോ? അവർക്ക് ധാരാളം ഭൂമി പതിച്ചു കിട്ടി. ഒരു നായകായ മതിയായിരുന്നു, പിച്ചിട്ടൊന്നും ആളുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ നായകര സമ്പ്രദായം വല്ലതും ഉണ്ടോടാ പിള്ളേരെ? എവിടെയെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്കറിയോ? ഇല്ലല്ലേ? പോട്ടെ. അപ്പോൾ അനഘാമോൾ ബി ഒരു നായകാണ്, നമ്മുടെ അഭിഷേകസ് ഒരു നായകാണ്, നമ്മളുടെ ശ്രേയ സുരേഷ് ഒരു നായകാണ്, നമ്മളുടെ ഗംഗാജി ഒരു നായകാണ്, നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അഭിനവ് മനോജ് ഒരു നായകാണ്. ഉണ്ടോടാ അവൻ? അഭിനയം അവനൊന്ന് പിടിക്കണം അല്ലേ? അവൻ ഇന്ന് രാവിലെ പോലീസിന്റെ വേഷം ഇട്ടുകൊണ്ട് വന്നപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നായകന്മാർ ഇപ്പൊ ആരൊക്കെയാണ്? ഞാൻ അഭിഷേകസ് നായക. നീ അഭിഷേകസ് ഒരു നായകാണ്. പിന്നെ അനഘ, മോൾ ബി. ഉറങ്ങിപ്പോയോ മോളെ? ടീച്ചറെ, സാറേ ഗംഗാജി ഒരു നായക. ഗംഗാജി നീ ഒരു നായകാണ്, നീ ഒരു സൈന്യത്തിന്റെ മേധാവിയാണ്. എത്ര ഏക്കർ ഭൂമിയാണ് നിനക്ക് വേണ്ടത്? 65 ഏക്കറോ? ഏക്കറാണോ 65 സെന്റ് ആണോ? അവക്കത് ആഗ്രഹമൊന്നും സാറേ, 1 സെന്റ് കൊടുത്താലും മതി. അത് അവള് പറയട്ടെ. അവള് മിണ്ടുന്നില്ലല്ലോ, അപ്പൊ അവൾക്ക് വേണ്ടെന്ന് തോന്നല്ലേ? അവളുടെ ഭൂമി ഞാൻ മറ്റാർക്കും പറിച്ചു തരത്തില്ല. സോ അഭിഷേകിന് എത്ര ഭൂമി വേണോടാ? സാറേ എനിക്കൊരു 5-6 ഏക്കർ കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. എന്നാ എനിക്ക് കുറച്ച് മതി. കൃത്യമായിട്ടൊരു കണക്ക് പറയണം, എങ്കിലല്ലേ എനിക്ക് ഭൂമി പതിച്ചു തരാൻ പറ്റത്തുള്ളൂ.
എന്താ സാറേ? 3 ഏക്കറോ? അതുപോലല്ല അവരെല്ലാം മേടിക്കും. ആ, അപ്പോള് ഞാൻ അഭിഷേകസിന് 100 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തു. അവന് ഞാനൊരു പദവിയും കൂടെ കൊടുത്തു. എന്താണ്? നായക്, നായക്. അല്ലേ? നായക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭരണരീതിയെ പറയുന്ന പേരാണ് നായങ്കര സമ്പ്രദായം അഥവാ നായങ്കര സിസ്റ്റം. ആർ യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? സമ്പ്രദായം എന്താണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞു അല്ലേ? അതെ സാർ. എനിക്കും മനസ്സിലായി കഴിഞ്ഞു. The Iyengar system for the convenience of the administration, the empire was divided into provinces, nadus and villages. ഭരണ സൗകര്യത്തിനായിട്ട് വിജയനഗര സാമ്രാജ്യത്തെ പല തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. പ്രൊവിൻസസ്, നാടുകള്, പിന്നെ മൂന്നാമത്തത് എന്താണ്? വില്ലേജസ്. വില്ലേജസ്, ഗ്രാമങ്ങള്. പ്രൊവിൻസസ്, നാടുകള്, വില്ലേജ് അഥവാ ഗ്രാമങ്ങള്. പ്രൊവിൻസുകളും നാടുകളും ഗ്രാമങ്ങളും ചേർന്നതാണ്. ഇതെന്തിനു വേണ്ടിയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയാണ്, ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ്. മനസ്സിലായോ? മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. മനസ്സിലായി സർ. ദ ഡൈനാസ്റ്റീസ് ഓഫ് വിജയനഗര. വിജയനഗര സാമ്രാജ്യത്തിൽ ഏതൊക്കെ രാജവംശങ്ങളാ? അത് ഒരു രാജവംശം മാത്രമല്ല കേട്ടോ. The Vijayanagara empire was ruled by 4 dynasties: Sangama, Saluva, Tuluva and Aravidu. Krishnadevarayer, ruler of the തുളുവ ഡൈനാസ്റ്റി. അത് മാർക്ക് ചെയ്തിടണം. മൂന്നാമത്തെ രാജവംശമായ തുളുവ രാജവംശത്തിൽപ്പെട്ട രാജാവായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജാവായിട്ടുള്ള കൃഷ്ണദേവ രായർ. മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി. ഇപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? എവിടെയെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഉറപ്പാണല്ലോ? മുന്നോട്ട് പോകാമല്ലോ. അടുത്ത് നമ്മൾ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. മറാത്ത ഭരണം, മറാത്ത അഡ്മിനിസ്ട്രേഷൻ ആണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ 4ാമത്തെ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഹിസ്റ്ററിയുടെ 4 ചാപ്റ്റർ കടക്കും. എന്താണ്?
തമാശ പറയാന്നാണോ? സാർ മറുപടി പറഞ്ഞു. സാർ പറഞ്ഞു മരത്തെ ചാട്ട കിടന്നു. ഓഹോ, അങ്ങനെ. ഞാനോർത്ത് ഇനി ഞാൻ തമാശ പറഞ്ഞാണോ? ഓക്കെ, നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. ആ, അപ്പൊ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ മറാത്ത ഭരണം നോക്ക. You might the familiar the Maratha kingdom which ruled in India the 17th century. Like all other medieval Indian rulers, the Maratha kings, the also supreme authority with power also the legislature, executives, judiciary, and military. Observe the diagram which shows the functions of the ministers in council called Ashtapradhan. അത് മാർക്ക് ചെയ്തിടണം. Ashtapradhan, which help the Maratha ruler Shivaji in his administration. Ashtapradhan, പേഷ്വ, പ്രൈം മിനിസ്റ്റർ. അവിടെ അഷ്ടപ്രധാനിലെ മന്ത്രിമാരുടെ ചുമതലകളാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. പേഷ്വ, പ്രൈം മിനിസ്റ്റർ അതായത് പ്രധാനമന്ത്രി, നായാദ് യക്ഷ്, നായക് ശിക്ഷ് ചീഫ് ജുഡീഷ്യൽ ഓഫീസർ. മൂന്നാമത്തേത് അമാത്യ ഫൈനാൻഷ്യൽ ഓഫീസർ, അതായത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഓഫീസറാണ് മൂന്നാമത്തേത്. നാലാമത്തേത് സജീവൻ, സജീവനല്ല സജീവൻ, റോയൽ കറസ്പോണ്ടൻസ് അതായത് രാജകീയ കത്തിടപാടുകളൊക്കെ ചെയ്യുന്നതാണ് സജീവൻ. അഞ്ചാമത്തേത് മാൻഡ്രിൻ, private secretary of king. പണ്ഡിത റാവു, ആറാമത്തെ പണ്ഡിത റാവു, വില്ലേജസ് ആൻഡ് ചാരിറ്റബിൾ അഡ്മിനിസ്ട്രേഷൻ. charitable activities.
7 സുമന്ത്രൻ, ഫോറിൻ അഫേഴ്സ്. 8 സേനാപതി, ആ പേര് തന്നെ ഉണ്ട്, അതിന്റെ ചുമതലകൾ എന്താണ്? മിലിറ്ററി അല്ലേ? പേജ് നമ്പർ എത്രയാടാ? 64. സമ്മതിക്കണം. ഓക്കെ, from it is can be understood that the central administration had the support of an elaborate ministry. The ministers were the mere advice of the king. Their office was non-inheritary. Let us discuss some other features of the Maratha administration. അതായത് ഇവിടെ മറാത്ത സാമ്രാജ്യത്തിലുള്ള ഭരണാധികാരികൾ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിലാണ്. മധ്യകാല ഇന്ത്യയിലെ മറ്റ് ഭരണാധികാരികളെ പോലെ തന്നെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, അതുപോലെ തന്നെ നീതിന്യായം, മേക്കിംഗ് ഓഫ് ലോ, ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്സ്, അതുപോലെ തന്നെ സൈന്യം, ഇത്തരത്തിലുള്ള എല്ലാ അധികാരങ്ങളും മറാത്ത ഭരണത്തിൽ രാജാവായിരുന്നു നിർവഹിച്ചിരുന്നത്. ജുഡീഷ്യറി, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും എല്ലാം തന്നെ മറാത്ത ഭരണത്തിലും മറ്റ് ഭരണകൂടങ്ങളെ പോലെ തന്നെ രാജാവാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മറാത്തയിലെ ഭരണാധികാരിയായിട്ടുള്ള ശിവജിയെ ഭരണത്തിൽ സഹായിക്കുന്നതിനായിട്ട് അഷ്ടപ്രധാൻ എന്നൊരു സമിതി ഉണ്ടായിരുന്നു. ആ അഷ്ടപ്രധാനിൽ അതൊരു കൗൺസിലാണ്, മന്ത്രിസഭയാണെന്ന് വേണം പറയാം. ആ മന്ത്രിസഭയിലെ വിവിധ ചുമതലയുള്ളവരുടെ പേരുകളും മറ്റുമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് പേഷ്വയാണ്. പേഷ്വ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. പിന്നെ സേനാപതി സൈന്യത്തിന്റെ തലവനാണ്. സുമന്ത വിദേശകാര്യമാണ്. പിന്നുണ്ട് പണ്ഡിത റാവു, ഇത് മതകാര്യവും ദാനധർമ്മങ്ങളുമാണ്. പിന്നുള്ളത് ന്യായാധ്യക്ഷൻ, ഇത് ചീഫ് ജുഡീഷ്യൽ ഓഫീസർ ആണ്, മുഖ്യ ന്യായാധിപൻ. അമാത്യനുണ്ട്, അമാത്യൻ ധനകാര്യമാണ്.
സജുവിനുണ്ട് രാജകീയ കത്തിടപാടുകൾ, റോയൽ കറസ്പോണ്ടൻസ്. മനസ്സിലായോ? അതുപോലെ തന്നെ മന്ത്രിയുണ്ട്. മന്ത്രി രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. മനസ്സിലായോ? അവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഒരു ആക്ടിവിറ്റി കൊടുത്തേക്കുന്ന കണ്ടോ? കണ്ടോ? ആ, അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എപ്പോഴ് പലരും പുസ്തകം വായിച്ചിടുന്നതായിട്ട് കാണുന്നില്ല. കർശനമായിട്ട് നാളെ മുതൽ അത് ചെയ്യാത്തവരെ അവരുടെ പേരൻസിനെ ഞാൻ വിളിക്കും. പേരൻസ് പറഞ്ഞിട്ടാണോ പുസ്തകം വായിക്കത്തെന്ന് ചോദിക്കണമല്ലോ. എന്തെല്ലാം കഷ്ടപ്പാടാ സാറേ, അല്ലേ? രാവിലെ എഴുന്നേറ്റ് ട്യൂഷന് പോകണം, സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, സ്കൂളിൽ വരണം, ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണം, വൈകിട്ട് കിടന്നുറങ്ങണം. ഇതിനിടയ്ക്ക് എന്റെ പൊന്നു സാറേ എപ്പോഴാണ് ഇതിനൊക്കെ നേരം കിട്ടുന്നത്, അല്ലേ? എന്റെ ഗുണത്തിനാണോ? അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിർബന്ധമായിട്ടും പുസ്തകം വായിച്ചിടണം. 2 മീഡിയംകാരും അവരില്ല എങ്കിൽ പോലും അവരോടും കൂടെ കാണുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേക്ക്. അവിടെ ഈ അഷ്ടപ്രധാൻ കണ്ടതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായി ശക്തമായിട്ടുള്ള മന്ത്രിസഭയോടുകൂടിയ ഒരു ഭരണമാണ് അന്ന് മറാത്ത സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അവിടെ മന്ത്രിമാരുണ്ടായിരുന്നെങ്കിൽ പോലും അവരൊരു അഡ്വൈസറി ബോഡി എന്ന നിലയ്ക്ക് മാത്രമായിരുന്നു, ഒരു ഉപദേശകൻ. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ക്ലാസ്സിലോട്ട് വന്നിട്ട് നിങ്ങൾക്ക് കുറെ ഉപദേശങ്ങൾ തരിക, ഞാൻ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അടുത്ത ആളെ വന്നിട്ട് ഇത് പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പറയും, എന്റെ പൊന്നു ടീച്ചർ ഒരാളിപ്പോ കഴിഞ്ഞിട്ട് പോയതേ ഉള്ളൂ, അയ്യോ വേണ്ടായി എന്ന് പറയും. ആണോ? നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് അത് മാത്രമേ ഉള്ളൂ. ഏത്? അഡ്വൈസ്. അതാ ഉപദേശം മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും അത് വേണ്ടതാണ്. ആണോ? അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഈ പദവികൾ നായകരെയും നായക്കും പോലെയുള്ള പദവികളൊന്നും തന്നെ ഹെറിഡിറ്ററി പരമ്പരാഗതമായിരുന്നു. എന്താ പരമ്പരാഗതം? എന്താണ് ആ പരമ്പരാഗതം? ഹെറിഡിറ്ററി. ഇപ്പോൾ ഞാനൊരു രാജാവാണെന്ന് നോക്കുക, ഞാൻ മരണപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹെറിഡിറ്ററി ആണ്. അത് ആർക്ക് കിട്ടും? സാറിന്റെ മോന് കിട്ടും. ഹെറിഡിറ്ററി അല്ലെങ്കിൽ അഭിഷേകസിനും കിട്ടും. അല്ലേ? ഭരണം ഭരണം കിട്ടുന്ന അപ്പൊ അപ്പൊ ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ സമയം എത്രയായി? 9:05. നമുക്ക് വിട്ടിട്ട് പോവാം. അതിനു വേണ്ടി നമുക്കൊരു ക്ലാസ് കൂടെ വെക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു 5 മിനിറ്റ് പോരെ? ഓക്കെ. അപ്പോൾ നോക്കിയേ, ഇനി ഫീച്ചേഴ്സ് ഓഫ് മറാത്ത അഡ്മിനിസ്ട്രേഷൻ. മറാത്ത അഡ്മിനിസ്ട്രേഷന് ചില ഫീച്ചേഴ്സ്, ചില സവിശേഷതകളുണ്ട്. അതെന്താണെന്നും കൂടെ നോക്കാം നമുക്ക്.
The coronation of Shivaji was held in 1674 at Rega Fort, after which he assumed the title Chhatrapati Raina. അതേപോലെ തന്നെ ഇവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു മറാത്ത അഡ്മിനിസ്ട്രേഷനിൽ. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മറാത്ത അഡ്മിനിസ്ട്രേഷൻ. The Maratha kingdom was divided into many parts for the convenience of administration. These divisions were provinces, district, Francis, Parganas and villages. The officers were directly appointed by the king. The country was further divided into Swaraja and Mughalais. The Swaraja was of the Marathas, whereas the Mughalai, the region annexed to the kingdoms. In addition to the land tax collected from the Maratha country. അതായത് ഇനി നമുക്ക് വിജയനഗര സാമ്രാജ്യത്തിലെ ചില സവിശേഷതകളുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗം ഉണ്ടായിരുന്നു. അതിന്റെ സേവനം അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവിടെ പ്രാദേശിക ഭരണവും നിലനിന്നിരുന്നു. ശിവജിയുടെ സ്ഥാനാരോഹണം നടന്നത് റായ്ഗഡ് കോട്ടയിൽ വെച്ചാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഛത്രപതി എന്ന പേര് സ്വീകരിച്ചു. മറാത്തകളുടെ പ്രാദേശിക ഭരണത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മറാത്ത ഭരണത്തെ വിവിധ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അവ യഥാക്രമം പ്രവിശ്യകൾ, ജില്ലകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിവയായിരുന്നു അവ. രാജാവ് നേരിട്ടാണ് അവിടെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നത്.
അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയാണ് നിയമിച്ചിരുന്നത്? PSC വഴിയാണോ? അല്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? രാജാവ് നേരിട്ട് തന്നെ. രാജാവ് ഡയറക്റ്റ് ആയിട്ടാണ്, അല്ല നേരിട്ട് തന്നെയാണ് നിയമനം നടത്തിയിരുന്നത്. ഇവ കൂടാതെ തന്നെ സ്വരാജ്യ, മൊഗളൈ എന്നിങ്ങനെയും രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചിരുന്നു. സ്വരാജ്യം എന്ന് പറഞ്ഞാൽ മറാത്തകളുടെ ഭൂപ്രദേശമാണ്, അവരുടെ സ്വന്തം ഭൂപ്രദേശമാണ്. മറ്റുള്ള പ്രദേശങ്ങളെ ആക്രമിച്ച് അവരുടെ പ്രദേശങ്ങൾ കൈയടക്കിയതാണ് മൊഗളൈ. അപ്പോൾ മറാത്ത രാജ്യത്തിൽ നിന്ന് അവരുടെ കീഴടക്കിയ പ്രദേശമാണ്. മറാത്ത രാജ്യത്തിന്റെ സ്വന്തം പ്രദേശത്ത് നിന്നും പിരിച്ചെടുത്ത നികുതിയെ സ്വരാജ്യമെന്നും അവര് കീഴടക്കി വച്ചിരുന്ന പ്രദേശത്ത് നിന്നും നികുതി പിരിക്കുന്നത് മൊഗളൈ എന്നും രണ്ടു പേരില് അറിയപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ചൗദ് എന്ന പേരുള്ള ഒരു നികുതിയും സർ ദേശ്മുഖി എന്ന പേരുള്ള നികുതിയും പിരിച്ചെടുത്തിരുന്നു. മനസ്സിലായോ? മനസ്സിലായി സാർ. Were collected from annexed region. How did the Maratha administration differ from the medieval administrative system? ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറാത്തകള് അവരുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശത്തു നിന്നും പിരിച്ചെടുക്കുന്ന നികുതിയെ സർദേശ്-മുഖി എന്നും അവരെ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്ന നികുതി എന്ത് പേരിൽ അറിയപ്പെടും? മൊഗളൈ. എന്താണ്? മൊഗളൈ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ നാലാമത്തെ പാഠഭാഗമായ മെഡീവൽ ഇന്ത്യ ബാക്കി ആർക്ക് പറയാം? Concept of kingship and nature of administration. കോൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അപ്പോൾ അതിന്റെ ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചാപ്റ്റേഴ്സിന്റെ നോട്ട് കിട്ടിയിട്ടുള്ളതാണോ? ഇത്തരം വിവരങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മുതൽ അടുത്ത ജോഗ്രഫിയുടെ 4ാമത്തെ ചാപ്റ്റർ എടുത്ത് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ ധാരാളം നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് ലെഫ്റ്റ് ചെയ്യാം. ഓക്കെ. ടീച്ച്മെന്റില് ഒരാൾക്ക് നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഒരാൾ നിന്നിട്ട് ബാക്കിയുള്ളവർ ലെഫ്റ്റ് ചെയ്യാം. സോ അപ്പോൾ ഗൂഗിൾ മീറ്റുകാര് പേര് പറയുന്നവര് ലെഫ്റ്റ് ചെയ്ത് ബൈക്കോളുക. അലീന, അലീഷ ഇബ്രഹാം,
അലീഷ ഇബ്രഹാം. ലെഫ്റ്റ് ചെയ്തോ നമ്മളെ. അലീന മനോജ്. സോറി, ആഫില. അങ്ങനെ ഒരാളുണ്ടോ? ആ, മോളെ ലെഫ്റ്റ് ചെയ്തോ. അലൻ ലെഫ്റ്റ് ചെയ്തോടെ മോനെ. അൻസിയ. അടുത്ത ആരാണ്? ആ, മോളെ ലെഫ്റ്റ് ചെയ്തോ. അടുത്തത് അനഗബി ലെഫ്റ്റ് ചെയ്തു മോളെ. അടുത്തത് ആള് ഫെബിൻ ലെഫ്റ്റ് ചെയ്തോ. ജോയൽ അനിൽ അവിടെ നിൽക്കേ. ഗംഗാജി ലെഫ്റ്റ് ചെയ്തോ. ജോയൽ അനിൽ. ജസീന ഉണ്ടായിരുന്നോടാ? ഓക്കെ. ലീബ എബ്രഹാം. ലീബ ലെഫ്റ്റ് ചെയ്തോ. അടുത്തത് ശ്രേയ സുരേഷ്. ഓക്കെ, ലെഫ്റ്റ് ചെയ്തോ. അപ്പൊ ടീച്ചറിന്റെ കാര്യം നമുക്ക് പോവാം.